ഈ കഴിഞ്ഞ ദിവസമാണ് JS അടൂർ എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ചില ബോഡികളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന, ഇന്ന് UDF രാഷ്ട്രീയത്തിൻ്റെ നയരൂപീകരണ സമിതികളിലൊക്കെയുള്ള വളരെ പരിണിതപ്രജ്ഞനായ JS അടൂർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പിട്ടത്. ആ കുറിപ്പിൻ്റെ തലക്കെട്ട് പത്തനംതിട്ട ജില്ലയിലെ പ്രവാസികൾക്ക് സംഭവിക്കുന്നത് എന്നതാണ്. അത് എന്തുകൊണ്ടാണിപ്പോൾ പ്രസക്തമായതെന്ന് ചോദിച്ചാൽ, ഈ ജനസംഖ്യാ വ്യത്യാസത്തെ സംബന്ധിച്ച് വളരെ സീരിയസായി അനലൈസ് ചെയ്യേണ്ട ഡേറ്റയിന്മേൽ ഇപ്പോൾ അതിൻ്റെ പേരിലും വിദ്വേഷം പലരും എഴുതി സുഖിച്ച് മരിച്ച് മറിക്കുമ്പോൾ ഈ കുറിപ്പിന് ചില വ്യക്തമായ ബോധ്യങ്ങളുടെ സന്ദേശമുണ്ട്, ചില കണക്കുകളുണ്ട്. ഈ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം വന്നിരുന്നത് പത്തനംതിട്ടയിലാണ്. ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ബാങ്കുകളുള്ളത് കുമ്പനാട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ റെമിറ്റൻസിൽ 14 ജില്ലകളിൽ 10ാം സ്ഥാനത്ത് മാത്രമാണ് പത്തനംതിട്ട ജില്ല. കേരളത്തിൽ വരുന്ന റെമിറ്റൻസിൻ്റെ വെറും 4.3% മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ വരുന്നുള്ളൂ എന്നത് എത്ര പത്തനംതിട്ടക്കാർക്കറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് കൊല്ലം ജില്ലയിൽ 17.8%, പിന്നെ മലപ്പുറം 16.2%, പിന്നെ തിരുവനന്തപുരം 10.6%, തൃശ്ശൂർ 9.1%. എന്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തെല്ലായിടത്തും ജീവിക്കുന്നുണ്ടെങ്കിലും റെമിറ്റൻസ് എന്താണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 1ാം സ്ഥാനത്ത് നിന്നും 10ാം സ്ഥാനത്തേക്ക് എത്തിയത്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 1940-കൾ മുതൽ കാര്യമായ വിദേശ കുടിയേറ്റം തുടങ്ങി. സിംഗപ്പൂരു, മലേഷ്യ, ഗൾഫ്, പിന്നെ ആഫ്രിക്ക, അമേരിക്ക, ജർമ്മനി, ഓസ്ട്രേലിയ, ഫിജി, കാനഡ, അങ്ങനെ 1950-കൾ തൊട്ടുള്ള 30 വർഷം പത്തനംതിട്ടക്കാർ എല്ലായിടത്തും പോയി. എൻ്റെ കുടുംബത്തിൽ ഇത് നേരിട്ട് കണ്ടു. ഞാൻ മാത്രമാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ലോകത്തെല്ലായിടത്തും സെറ്റിൽ ചെയ്യാമായിരുന്നിട്ടും മടങ്ങി വന്നത്. സാധാരണ ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ് നാട്ടിൽ പൈസ അയച്ചു കൊടുക്കും. കാരണം മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ എല്ലാം നാട്ടിലാണ്. വീട് വെക്കാനും സ്ഥലം വാങ്ങിക്കാനും ഒക്കെ പൈസ അയച്ചു കൊടുക്കുന്നത് ആദ്യ തലമുറ മൈഗ്രൻ്റ് ജോലിക്കാരായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ പ്രവാസികളിലും പ്രവാസി പണവും 1950 മുതൽ 2004 വരെ മുന്നിലായിരുന്നു. പിന്നെന്ത് സംഭവിച്ചു? ആദ്യം കാശുള്ള പ്രവാസികൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും ബാംഗ്ലൂരിലോ വീടോ ഫ്ലാറ്റോ വാങ്ങി. ഞാൻ തിരുവനന്തപുരത്ത് ഫ്ലാറ്റും സ്ഥലങ്ങളും വാങ്ങി. എൻ്റെ കസിൻസ് കൊച്ചിയിലും ബാംഗ്ലൂരിലും. ഇപ്പോൾ അത് വിറ്റ് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലേക്കും പോകുന്നു. എന്താണ് സംഭവിച്ചത്? പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കൂടുതൽ പോയത് ശമ്പളം കൂടുതലുള്ള സ്കിൽഡ് പ്രൊഫഷണൽസാണ്. ആദ്യം വലിയ കോടിക്കണക്കിന് രൂപ അയച്ചു, വലിയ വീട് എസ്റ്റേറ്റൊക്കെ വാങ്ങി. പക്ഷേ ഇവരുടെ മക്കളെല്ലാം ഇംഗ്ലീഷ് പറയുന്ന അർബൻ കിഡ്സ്. അവർ 90-കളിൽ അമേരിക്കയിലും UK-യിലും പഠിച്ചു. അവർ ഡോക്ടർമാർ, എഞ്ചിനീയർമാരായി. അവർക്ക് നാട്ടിലെ വലിയ വീട്, കുട്ടിക്കാലം, ഹോളിഡേ ഹോം മാത്രം. അതുകൊണ്ട് ഈ 1ാം ജനറേഷൻ മൈഗ്രൻസിൻ്റെ മക്കൾ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒക്കെ പോയി അവിടുത്തെ സിറ്റിസൺസായി. ഇപ്പോൾ 3ാം തലമുറ മൈഗ്രൻസാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന്. അവർക്ക് പത്തനംതിട്ട എന്ന് പറയാൻ പോലും അറിയില്ല. കാരണം അവർ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും ജീവിക്കുന്നതും ഇംഗ്ലീഷിലാണ്. ഈ പ്രക്രിയ കാരണം പത്തനംതിട്ടയിൽ ഏതാണ്ട് 75,000 വീടുകൾ പൂട്ടിക്കിടക്കുന്നു. പലരും ഗൾഫ് കാലത്ത് വാങ്ങിയ റബ്ബർ തോട്ടങ്ങൾ വെട്ടാതെ കാട് പിടിച്ച് കിടക്കുന്നു. അത് കാട്ടുപന്നികൾക്ക് സേഫ് കോറിഡോറായി. നാട്ടിൽ നിറയെ പന്നികൾ വിഹരിക്കാൻ തുടങ്ങിയതോടെ ഇവിടെ ഉള്ളവർക്ക് കൃഷി ചെയ്യാൻ വയ്യാത്ത ദുരവസ്ഥയായി. എൻ്റെ ബന്ധുക്കളുടെ നാട്ടിലെ വലിയ വീടുകൾ പൂട്ടിക്കിടക്കുന്നു. കാരണം അടുത്ത അർബൻ മൈഗ്രൻസിനോ തലമുറയ്ക്കോ കേരളത്തോടോ പത്തനംതിട്ടയോടോ വൈകാരിക ബന്ധം ഇല്ല. എൻ്റെ മക്കൾ അടൂരിലെ വീട്ടിൽ 3 ദിവസം തങ്ങിയിട്ട് തിരുവനന്തപുരത്തും അത് കഴിഞ്ഞ് മറ്റു പട്ടണങ്ങളിലേക്ക് പോകും. കാരണം അവർക്കിവിടെയുള്ള ആരെയും അറിയില്ല, അടുത്ത ബന്ധുക്കളെ പോലും അറിയില്ല. നാട്ടിലെ വീട് പപ്പയുടെ വീടാണ്. അത് അവരുടെ കുറ്റമല്ല. അവരുടെ സോഷ്യലൈസേഷനിൽ പത്തനംതിട്ട നിൽ. ഇതാണ് എൻ്റെ കുടുംബം ഉൾപ്പെടെ നേരിട്ട് കാണുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഫയൽ ചെയ്ത മുഴുവൻ കുടുംബവും അമേരിക്കയിൽ പോയി സെറ്റിലായവർ ലക്ഷക്കണക്കിനുണ്ട്. അവർക്കൂടെ പൈസ അയച്ചു കൊടുക്കാൻ ആരുമില്ല. ഉള്ള പുരയിടവും വീടും വെക്കാൻ പെടാപ്പാട് പെടുകയാണ്. കാരണം ആരുടെയും മക്കൾക്ക് ഇവിടുത്തെ ഭൂമിയും വേണ്ട. എൻ്റെ കസിൻസ് അവരുടെ ഭൂമി വാങ്ങാൻ നിർബന്ധിക്കും. പലരുടെയും വീട് പൂട്ടിക്കിടക്കുന്നു. പലരും അപ്പനും അമ്മയും പോയാൽ അപ്പോഴേ വീട് വിൽക്കും. പലർക്കും കേരളം ഒരു ഗൃഹാതുരത്വത്തിൻ്റെ കുളിര് മാത്രം. ആദ്യ ജനറേഷൻ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരും. ഏഷ്യാനെറ്റ് കാണും, മനോരമ, മാതൃഭൂമി ഓൺലൈൻ വായിക്കും. ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ താല്പര്യം കാണും. പക്ഷേ അവരുടെ മക്കൾ 2ാം തലമുറയ്ക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവരുടെ സോഷ്യലൈസേഷൻ വേറെയാണ്. 3ാം തലമുറയിൽ കേരളം ഒരു മാപ്പ് മാത്രം. പത്തനംതിട്ട ജില്ലയിലെ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്തിന് കാരണം ക്യുമുലേറ്റീവ് മൈഗ്രേഷനാണ്. ക്യുമുലേറ്റീവ് മൈഗ്രേഷനിൽ കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഏതാണ്ട് 20-25% ഈ ജില്ല വിട്ടുപോയിക്കാണും. കേരളത്തിലെ ഏറ്റവും കുറവ് ഫെർട്ടിലിറ്റി റേറ്റ്
പത്തനംതിട്ട ജില്ലയിലാണ്. ഓരോ 10 വർഷവും 3% പോപ്പുലേഷൻ കുറയുന്ന ജില്ല. കാരണം റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റിയിൽ വളരെ താഴെയാണ് ഫെർട്ടിലിറ്റി റേറ്റുള്ള ജില്ല. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 3ാം ജനറേഷൻ മൈഗ്രൻസ് ആണ്. അവർക്ക് നാട് ഗ്രാൻഡ്പായുടെയും ഗ്രാൻഡ്മായുടെയും ലാൻഡ് മാത്രം. അവർ കൂടി പോയാൽ ആ ബന്ധം തീരും. അടുത്ത ബന്ധുക്കളെ പോലും തിരിച്ചറിയില്ല. സത്യത്തിൽ പത്തനംതിട്ട ടൗൺ ഇപ്പോൾ വളർച്ചയില്ലാത്തൊരു ജില്ലയാണ്. അവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റോ ഹോട്ടലോ വരുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ സ്കൂൾ എൻറോൾമെൻറ്റ് കുറഞ്ഞു. ഇവിടെ ഏതാണ്ട് 200 സ്കൂളിൽ 25 അതിൽ താഴെയോ വിദ്യാർത്ഥികളാണുള്ളത്. കോളേജിലും സ്കൂളുകളും പല കോളേജുകളും പൂട്ടേണ്ടി വരും. പള്ളികളിൽ സൺഡേ സ്കൂളിൽ കുട്ടികളില്ലാത്ത അവസ്ഥ. ഒരു 25 വർഷം പല പള്ളികളിലും യൂറോപ്പിലെ പോലെ അടയ്ക്കേണ്ട സ്ഥിതി വരും 25 വർഷത്തിനകം. ഇപ്പോൾ തന്നെ യൂറോപ്പിലെ പോലെ 60-70കളിലുമൊക്കെ ഉള്ളവരെ പള്ളികളാണ് കൂടുതൽ. പത്തനംതിട്ട ജില്ല നല്ലൊരു കൺസ്യൂമർ ജില്ലയാണ്. ഇവിടെ നിന്നുള്ള ഏക മികച്ച കയറ്റുമതി അഭ്യസ്തവിദ്യരായ യുവാക്കളാണ്. ഇവിടെ ഇപ്പോഴും ആത്മീയ വ്യാപാരം, ചെറുകിട, ഇടത്തര, വൻകിട വ്യവസായത്തിനുള്ള വളക്കൂറുള്ള സ്ഥലം പിൽഗ്രിമേജ് ജില്ലയാണ്. കേരളത്തിൽ നിന്ന് വിദേശത്ത് പഠിക്കാൻ സ്ഥലം വിറ്റും പറഞ്ഞു വിടുന്ന ജില്ല. പോയവർ ആരും തിരിച്ചു വരില്ല. നാട്ടിൽ കിടന്നാൽ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നാട് വിടാൻ ഞങ്ങൾ പത്തനംതിട്ടക്കാർക്ക് മടിയൊന്നുമില്ല. എന്നാലും ചില പഴയ ഓർമ്മകൾ വെച്ച് ഞങ്ങൾ പറയും, ഞങ്ങൾ പ്രവാസികളുടെ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് കൊണ്ടുവരുന്നു എന്നൊക്കെ. അത് 30 വർഷം മുമ്പിലത്തെ കഥ. സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ വിദേശ പൗരത്വം എടുത്ത ജില്ല പത്തനംതിട്ടയായിരിക്കും. അവരൊക്കെ അപ്പനും അമ്മയും ഒക്കെ പോയാൽ പിന്നെ കേരളത്തിൽ വരാനുള്ള സാധ്യതയില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും പരസ്പരം അറിയില്ല. കാരണം അവരെല്ലാം വിവിധ രാജ്യങ്ങളിൽ. ജീവിതത്തിൽ കാണുന്നത് തന്നെ വിരളം. അതുകൊണ്ട് 60 കഴിഞ്ഞവരും ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളും ഏറ്റവും കൂടുതൽ സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലുകളും ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകളും ഉള്ള ജില്ല പത്തനംതിട്ടയാണ്. 4 മെഡിക്കൽ കോളേജുകൾ. കേരളത്തിൽ തന്നെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഈ ജില്ലയിലും പരിസരത്തും ഉള്ളതുകൊണ്ട് എയർ ആംബുലൻസ് ആവശ്യം വളരെ കുറവാണ്. പക്ഷേ 15 വർഷം മുമ്പ് തിരിച്ച് ഇവിടെ വന്ന പ്രവാസിയാണ്. എനിക്ക് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്ന് പത്തനംതിട്ട ജില്ലയാണ്. തിരിച്ച് ജനിച്ചു വളർന്ന വീട്ടിലാണ് ജീവിക്കുന്നത്. ശുദ്ധവായു, നല്ല മനുഷ്യർ. കേരളത്തിൽ എവിടെ കിട്ടുന്നതും അടൂരിൽ കിട്ടും. ജാപ്പനീസ് സൂഷി തൊട്ട് കൊറിയൻ ഭക്ഷണം, KFC, പിസ്സ ഹട്ട് തൊട്ടെല്ലാം അടൂർ കിട്ടും. ഞങ്ങളുടെ അടൂർ ബൈപ്പാസ് ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റാണ്. 57 റെസ്റ്റോറൻറ്റുകളുണ്ട്. അത്യാവശ്യം ജീവിക്കാൻ പൈസയുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ ഇടം ഇവിടെ തന്നെ. ഇതാണ് JS അടൂരിൻ്റെ കുറിപ്പ്. ഈ കുറിപ്പിലുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട പോപ്പുലേഷൻ കുറയുന്നതിൻ്റെ കണക്കുകൾ പറയുന്നതെല്ലാം. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 3 ജനറേഷൻ ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ 2 ജനറേഷനേ ഉണ്ടാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 25, 26, 23, 24 വയസ്സിൽ കല്യാണം കഴിക്കും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ആവറേജ് കല്യാണപ്രായം 30-ന് മേളിൽ. കുട്ടികളുണ്ടാകുമ്പോൾ 35, 36 വയസ്സാവും. ഈ 36, 38 വയസ്സാകുമ്പോൾ ഒരു മുസ്ലിം വിവാഹം കഴിച്ച് അയാളുടെ മകളെ വിവാഹമോ മകനോ കല്യാണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോഴത്തേക്ക് എന്തായി? അവിടെ 2 ജനറേഷനായി. മറ്റേടത്ത് 1 തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മുന്നോട്ട് പോകും തോറും എന്ത് സംഭവിക്കും? ഇത് പിടിച്ചു നിർത്താനൊന്നും കഴിയുന്നതല്ല, ഇത് നിരോധിക്കാനും കഴിയുന്നതല്ല. ഇത് അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ലോകത്ത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണതിൻ്റെ യാഥാർത്ഥ്യം. വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിലൊരു കാര്യം കൂടിയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവരാണ് പിന്നെ മടങ്ങി വരാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ ഐ എം എ ഓസ്ട്രേലിയൻ, ഐ എം എ കനേഡിയൻ എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്നത്. മിഡിൽ ഈസ്റ്റിൽ പോകുന്നവരാരും ഒരിക്കൽ പോലും അവിടെ സെറ്റിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അവൻ്റെ ഉപ്പയും ഉമ്മയുമുള്ള കബറിടം, അവൻ്റെ പള്ളി, അവൻ്റെ വെള്ളിയാഴ്ച, അവൻ്റെ ഗ്രാമം, അവൻ്റെ നാട്. ഇപ്പം ഞാൻ ഈ അടുത്ത സമയത്തൊരു സുഹൃത്ത് കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിനെ ബാംഗ്ലൂരിൽ കാണാൻ പോയി. പുള്ളി മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്തുവാ? എങ്ങനെയെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് ഓടി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തിരൂരിൽ വന്ന് അല്ലെങ്കിൽ കോഴിക്കോട് വന്ന് അവിടുത്തെ രാമേട്ടനും അവിടുത്തെ മറ്റ് പലരുമായി ഇരുന്ന് സൊറ പറഞ്ഞ് സന്തോഷിച്ച് അവിടുത്തെ ഒരു ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്തെയാണ് അദ്ദേഹം ഓർക്കുന്നത്. അപ്പോൾ ഇതിലുണ്ട് ഒത്തിരി ഉത്തരങ്ങൾ. ഇനിയുമുണ്ട് ഒത്തിരി പറയാൻ. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഇതെല്ലാം.